ഒന്ന് ചിരിക്കും മാഷ. ഞങ്ങളിതാ ഈവനിങ് അമ്പലത്തിലോട്ട് ഇറങ്ങിയതാട്ടോ, മുരുടേശ്വരം ടെമ്പിളിലോട്ട്. വൈകുന്നേരം 3 മണി മുതൽ 7 മണിയോ 8 മണി വരെ എങ്ങാനാണ് ഉള്ളതെന്നാണ്. അപ്പോൾ ഞങ്ങൾ വെയിൽ താന്ന് പോകാൻ വിചാരിച്ചു. 4 മണിക്കായപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ. വെയിൽ കുറഞ്ഞോന്ന് വിചാരിച്ചു, പക്ഷേ ഇല്ല, വെയിലുണ്ട്. ഫുഡ് വെയർ വെക്കാൻ വേണ്ടി വന്നാ കേട്ടോ. ഇവിടെ പുറത്ത് തന്നെ ഉണ്ട് അങ്ങനെ ഒരു ബാസ്ക്കറ്റിൽ. ശരി. ലിഫ്റ്റ് കയറുവാ. ഞങ്ങൾ ഇതിൻ്റെ മേലേക്കുള്ള ലിഫ്റ്റിന് നോക്കുക കേട്ടോ. വലിയ ആൾക്കാർക്ക് 30, ചെറിയ ആൾക്ക് 10 ആണ് കാണിക്കുന്നത്. അല്ല ഏറ്റവും ടോപ്പ് 18. കയറിയാൽ മുമ്പൊക്കെയിട്ട് നല്ല വ്യൂ ആയിട്ട് കാണാം കേട്ടോ. അതിനാണ് എല്ലാവരും കയറുന്നതെന്ന് തോന്നുന്നുണ്ട്. ലിഫ്റ്റിൽ കയറി 18 കഴിഞ്ഞാൽ നല്ല വ്യൂവിൽ കാണാം ഈ ഒരു സ്റ്റാച്ചു. അങ്ങനെ ഞങ്ങളിതാ താഴെ ഇറങ്ങി കേട്ടോ. ലിഫ്റ്റിൽ കയറി മേലെ പോയി ആ വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ താഴോട്ടേക്ക് വന്നാണ്. സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്കും ടെമ്പിളിൻ്റെ ഉള്ളിലും കയറാൻ പോവാണ്. ഹായ് വരാ. ഞങ്ങളിതാ അവിടുന്ന് കാലൊക്കെ കഴുകി നേരെതാ ടെമ്പിളിലോട്ട് പോയി. ഇതിൻ്റെ അകത്ത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫോണും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ക്യാമറ വീഡിയോസ് ഒന്നും പറ്റില്ല. ഇവരെ പറ്റത്തുള്ളൂ. ഞങ്ങളിതാ അവിടെ നിന്നൊരു ലഡു പ്രസാദോട് വാങ്ങിട്ടോ. പക്ഷെ എൻ്റെ മോളെ ഒരാളെ തൊടാൻ സമ്മതിക്കുന്നില്ല. അത് വാങ്ങി നേരെതാ പുറത്തിറങ്ങി. അതാ ഞങ്ങൾ ഇവിടുന്ന് ഇനി ചെരുപ്പ് എടുക്കാൻ പോവാട്ടോ. ഉള്ളിൽ തൊഴുത് വന്നു. ഇനി നേരെതാ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് പോകാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ ചെരുപ്പെടുത്ത് അരച്ചു. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ ചെറുതായിട്ട് ചേഞ്ച് ചെയ്ത് നേരെ ചായ കുടിക്കാൻ പോവാട്ടോ.
12 മണിക്ക് ചോറുന്നതാണ് ഞങ്ങൾ. അതുകൊണ്ട് വിശക്കുന്ന എല്ലാവർക്കും. ഞങ്ങളിവിടെ വന്ന് ഫോട്ടോ ലാമിനേഷൻ ചെയ്ത് വാങ്ങാൻ പോവാ കേട്ടോ. കിട്ടിയോ? ആ ഫോട്ടോ കിട്ടി. ഉണ്ടല്ലേ. ചേച്ചിൻ്റെ ഉണ്ണിൻ്റെ ഇഡ്ഡലി എത്തിട്ടോ. ഞങ്ങൾ രണ്ടുപേരും മസാല ദോശ വാങ്ങിച്ചു. ഞങ്ങളെ മസാല ദോശ എത്തിയിട്ടുണ്ട്. എന്നിട്ട് അതിനോട് ഇങ്ങനെ ആട്ടാട്ട് പോരാ. സത്യാവസ്ഥ പറഞ്ഞ ഈ ദോശയുടെ മേലെ മുളക് പൊടി കുറച്ച് വാരിയിട്ടിട്ട് ബാജിയിൽ ഉരുളക്കിഴങ്ങ് വെച്ചതാ. നല്ല എരിയുണ്ട്. ഉണ്ണിക്കുള്ള സാധനം കൊണ്ടുവരുന്നുണ്ട്. ഐസ്ക്രീം നിന്നിട്ട് സൂപ്പർ എന്ന് അറിയണ്ട. അടിയത്തോട് കഴിക്കും. നിങ്ങളിതാ ഗസ് ഞങ്ങൾ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. ഉണ്ടോ? വേണ്ട, ഞാൻ കഴിച്ചു. ഞങ്ങളിതാ മ്യൂസിയത്തിലോട്ട് പോവാ കേട്ടോ. കണ്ണേട്ടാ മ്യൂസിയത്തിലേക്ക് എടുത്ത്. വലിയ ആൾക്കാർക്ക് 30 രൂപ, കുട്ടികൾക്ക് 10 രൂപ കേട്ടോ ഫീസ്. നീ சொன்னேனா எது சொல்ற? ചൂടത്ത് നെയ്സിലേക്ക് വന്നപ്പോൾ നല്ല സുഖം. സ്റ്റോറിയാണല്ലോ. ആ AC ആയതുകൊണ്ട്. ഇവിടുത്തെ ഫോട്ടോയാ? ഇനി എത്രയാ? ഇനി എത്രയാ പറഞ്ഞ? 20 രൂപ രണ്ടെണ്ണത്തിനാ? അല്ല, ഇവിടുത്തെ മെയിന്. ഇത് ടെമ്പിളിന്റെ ടോട്ടൽ വ്യൂ. ബീച്ച്, ഗോപുര ശിവ. അച്ഛൻ നടന്നു. എന്താ ഇടയെന്നാ കണ്ണാട്ടവള് ചോദിക്കുന്നത്? എന്താ ഇടയെന്ന്? കറക്കല്ല കണ്ണാട്ട, ഞാനും ഉണ്ടോ. ഇവിടെ നോക്കിയാൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം കാണാം. ദേ അങ്ങോട്ട് നോക്കുക, ഒരു യെല്ലോ കളർ ബിൽഡിംഗ് ഉണ്ടോ? യെല്ലോയും ഓറഞ്ചും ഉണ്ടോ? അവിടെയാട്ടോ ഞങ്ങൾ താമസിക്കുന്നത്. യെല്ലോയോ ഓറഞ്ചുള്ള ഇത്ര ഡിസ്റ്റൻസ്. ഞങ്ങളിനി ഇവിടുന്ന് ഇറങ്ങാണ്. ചിലപ്പം ബീച്ചിലോട്ട് പോകും. ഇതിൻ്റെ മുമ്പിൽ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പോവാണ് ഗേൾസ്. ഫോട്ടോ എടുത്തു. ഇനി ആ കാണുന്ന നീല കളർ ഷോപ്പ് ഒന്ന് വാങ്ങിച്ചോളാൻ പറഞ്ഞു. നേരത്തെ ഫോട്ടോ എടുത്തപ്പോൾ ഒരു ടോക്കൺ പോലെ തന്നെ തന്നീന് കേട്ടോ. ഇവിടെ അത് വേണ്ട, നമ്മൾ ഫേസ് പറഞ്ഞു കൊടുത്താൽ മതി നമ്മുടെ ഫോട്ടോൻ്റെ എന്ന് പറഞ്ഞു.
ഇതാ നോക്ക് ലൈറ്റ് ഇടാൻ തുടങ്ങി കേട്ടോ ആ ടെമ്പിളിൻ്റെ ആ ഗോപുരത്തിന് ലൈറ്റ്. പക്ഷെ കുറച്ചുകൂടി ഇരുടായാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇപ്പം വലിയൊരു ഇത് തോന്നുന്നില്ല. നാച്ചുറൽ തടിയാണ്, നാച്ചുറൽ തടി. ബട്ടർ സ്കോച്ച് മാറ്റി മാംഗോ മാറ് വാങ്ങിച്ചു കേട്ടോ. മാംഗോ ഡോളി. അങ്ങനെയുണ്ട് ബട്ടർ സ്കോച്ച് നിങ്ങളെ? കൊള്ളാം. എനിക്ക് മധുരം അത്രയും വേണ്ടല്ലോ വിചാരിച്ചിട്ടാ. എനിക്ക് വേണ്ട. അതാ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് നേരതാ അപ്പോൾ എവിടേക്കേനോ ബീച്ചിലോട്ട് പോവാം കേട്ടോ. ജസ്റ്റ് കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഇതാ ലൈറ്റിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. വീണ്ടും കളർ മാറി. നല്ല രസമുണ്ട് കാണാൻ. നേരത്തെ നമ്മുടെ ഫ്ലാഗിന്റെ കളറ്, ഇപ്പോ ഇതുമ്പളെ അവിടുത്തെ ബീച്ചിൽ ഉണ്ടാവുന്ന മീന്. ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, മീൻ ഫ്രൈ ചെയ്യുന്നത്. മീനുണ്ട്. ഇത് അയില, അതെനിക്ക് മനസ്സിലായി. അത് അയിലക്കുട്ടി, കൂന്തള്, വലിയ അയില. നമ്മൾക്കൊക്കെ അവിടെ വന്ന തട്ടുകട പോലെ അല്ലേ, കോളിഫ്ലവർ നന്നായി നല്ലോണം മണ്ണാക്കിയ ചിക്കനിൻ്റെ മുകളിലിട്ട് ഇങ്ങനെ വെറും ഫിഷുകൾ. ഇവിടെയൊക്കെ ഇതാട്ടോ സംഭവം. ഫിഷൊക്കെ അങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട്, ഫ്രൈ ചെയ്ത് തരും. എല്ലാത്തിനും 100, സ്റ്റാർട്ടിങ് 100 പറയുന്നത്. നിങ്ങൾ ആരോടാ? ഉണ്ണീനോടാ. ഉണ്ണി നിങ്ങളെ കടത്തി വിട്ടു. ഞങ്ങളൊരു ബാഗിൻ്റെ ഷോപ്പിൽ വന്നാണ് കേട്ടോ. ഈ ഒരു ബാഗ് ഞാൻ എടുത്തു. ഓൾറെഡി എൻ്റെ സ്ലിംഗ് ബാഗിൻ്റെ കൈ പൊട്ടിക്കിടക്കായിരുന്നു. പിന്നെ ഒന്ന് ഞാൻ എടുത്തു. ചേച്ചി ഒരു ബാഗ് വാങ്ങിച്ചു. ഇവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോകാം കേട്ടോ. ഒന്ന് റെഡി ആവാൻ, ഫ്രഷ് ആവാനൊക്കെ. എൻ്റെ ബാഗാ കുഞ്ഞാപ്പി ഇട്ട് നടക്കുന്നത്. ഓൾറെഡി ഞാനൊന്ന് വാങ്ങിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. ഈ സെയിം സാധനം ഞാൻ ഫ്ലിപ്കാർട്ടിൽ കാർട്ടിൽ വിട്ട് വെച്ചതാട്ടോ. പക്ഷേ ഇവിടെ എനിക്ക് ഡെലിവറി ആവില്ല എന്ന് പറഞ്ഞത്, അവിടേക്ക് വരുന്നതിന് മുന്നേ. അപ്പം പിന്നെ ക്യാൻസൽ ചെയ്യാൻ വിചാരിച്ചാലോ, ഇനി വാങ്ങുന്നില്ല വിചാരിച്ചു. വീട്ടിലെത്തിയിട്ട് പിന്നെ ഓർഡർ ചെയ്യാൻ വിചാരിച്ചായിരുന്നു. പക്ഷേങ്കിൽ എന്തോ ഭാഗ്യത്തിന് ഇവിടുന്ന് സെയിം സാധനം കിട്ടി. അപ്പം പിന്നെ ഇതങ്ങ് വാങ്ങിച്ചു. ഞങ്ങൾ വിചാരിച്ചു പോകുന്നേരം ഒരു നാരങ്ങ സോഡ കുടിക്കാൻ വിചാരിച്ചു. കുഞ്ഞാപ്പി അതിന് പോവാട്ടോ. കന്നഡ നാരങ്ങ സോഡ. നാരങ്ങ സോഡ മതി. വെള്ളം മിക്സ് ചെയ്യുന്നോണ്ടോ വേറൊന്നും പറയാൻ. സോഡ ആകുമ്പോ അത് ഭാരമല്ലോ. അല്ല, അച്ഛനുള്ള ഇതായില്ല. അമ്മ കുടിക്കല്ലേ, വെള്ളം കുടി. ബാഗിന്റെ ഇതുള്ള കളറായപ്പോ ഞാൻ നേരത്തെ ലൈറ്റ് എടുത്തില്ലായിരുന്നു. ഇപ്പോഴാ കാണുന്നത്. ഇതാട്ടോ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര്, കമ്മത്ത് യാത്രി. ഇവിടുന്ന് നല്ലോണം കാണാം കേട്ടോ, ലൈറ്റിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ. ആദിയോഗിൻ്റെയും കാണാം.